ഞാൻ പോ. ആ കജ്ജിമത്ര കുത്തി കേറീനി. എന്താ കാട്ടിന് കയ്യുമ്മേ? എന്നോട് പറയാ കജ്ജിമാര് മുള്ളുത്തിയാടാ. എങ്ങനെ ഇപ്പൊ കൈ മുള്ളുത്തി? ഒന്നും പറയണ്ട. മീന് തിന്നപ്പോളേ മീനിന്റെ മുള്ളു കജ്ജിമ കുത്തി. മീനെ പിടിച്ചപ്പോളാ? മുള്ളില്ല, മീന് തിന്നപ്പോ അത് അങ്ങനെ പിടിക്കുന്നു. കജ്ജിമ കുത്തി. കജ്ജി ആണെങ്കിൽ നല്ല വേദനിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ അത് ഇതിട്ട് എന്താണത് സൂചിട്ട് തോന്നറിഞ്ഞു ഉള്ളതും കൂടി കഴുകണ്ട കയറില് കുത്തിട്ട്. എല്ലാം കുഞ്ഞാപ്പോ 2 ദിവസം മുന്നല്ലേ എന്റെ മൂത്താപ്പ വന്നിരുന്നു. അല്ല മൂത്താപ്പാടെ വർത്താനം പറയല്ലേ. എന്താ മൂത്താപ്പ ഇടക്കൊരു വരവല്ലേ എന്നിട്ട് ഞങ്ങള് അറിഞ്ഞിട്ടില്ല. മൂത്താപ്പ വന്ന് അപ്പൊ ഉമ്മ എന്നും ചോദിക്കുമ്പോ പറയും മൂത്താപ്പാണ്ട് പറയും കാക്ക അന്ന് പോണ്ട, കാക്ക അന്ന് പോണ്ട. അപ്പൊ മൂത്താപ്പ ഇല്ല താത്ത അവിടെ ഒറ്റക്കാണ്, ഞാൻ ഇവിടെ നിക്കൂല. അങ്ങനെ മൂത്താപ്പാക്ക് പോക്കുള്ളതല്ലേ. കച്ചക്കാലത്തിന് ഉമ്മ അന്നും പറഞ്ഞു കാക്ക അന്ന് പോണ്ട പറഞ്ഞു. അപ്പൊ മൂത്താപ്പ അയിമാണ് പിടിച്ച് എന്നാ ഞാൻ പോണില്ല. നോക്കുമ്പോ അല്ലേ അപ്പം ഇമ്മാക്ക് പൊറുതിയേടായി. ഇമ്മ മൂത്താപ്പ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ ചെലവിന്റെ ചെലവാ കൂടുക. അപ്പൊ ഉമ്മ മൂത്തമ്മാക്ക് പോകാൻ വിളിച്ചു. കാരണം എപ്പോഴും നിക്കാത്ത മൂത്താപ്പയാണ്. കാക്ക ഇവിടെ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ചോദിച്ചു മൂത്തമ്മ. അപ്പൊ ഉമ്മാക്ക് ഇതാണ് ഇവിടെ നിക്കണ്ടല്ലോ. അപ്പൊ മൂത്തമ്മ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. 2 വർത്താനം പറഞ്ഞപ്പോ ഇന്നേറ്റാണ് ചൂടായി. ഞാൻ ഇങ്ങോട്ട് വരില്ലാണ്ട് പോയതാണ്. അവിടെ ഉണ്ടാന്ന് ചോദിച്ചു. അവിടെ ഉണ്ട്, ഇന്ന് അവിടെ പറഞ്ഞയക്കാറുണ്ട്. ഇപ്പൊ മൂത്തം പറഞ്ഞില്ല ഇനിയിപ്പൊ പറഞ്ഞയക്കണ്ട, എന്തായാലും അവിടെ നിന്നോട്ടെ, നാളെ പറഞ്ഞയച്ചാൽ മതി. അപ്പൊ അമ്മ പറഞ്ഞില്ല ആയിക്കോട്ടെ നിന്നോട്ടേക്ക് സന്തോഷമുള്ളൂന്ന്. ഏതാ വളകത്തി എന്റെ അമ്മ എങ്ങനെയും പോയി കാണിച്ചു. അപ്പൊ മൂത്താപ്പാനോട് അമ്മ പറഞ്ഞു താത്താക്ക് വിഷമാവില്ലല്ലോ ഇങ്ങോട്ട് നിക്കണേന്ന് ചോദിച്ചു. അപ്പൊ മൂത്താപ്പ പറഞ്ഞു എന്ത് വിഷമ, ഓരോ ഒറ്റക്ക് പഠിക്കട്ടെ ആയിരുന്നു. അങ്ങനെ എന്നോട് പറയാം മൂത്താപ്പ നിന്ന്. മൂത്താപ്പ നിന്ന് അയക്കറിയാളാ എന്താണ് മീൻ കിട്ടിക്കണ്, എന്താണ് കിട്ടിക്കണ്. അപ്പൊ ഉമ്മ പറഞ്ഞു കൊച്ച മത്തി മേടിച്ചിട്ടുണ്ട് കാക്ക, ഇനി പപ്പടമൊക്കെ മേടിപ്പിക്ക കുഞ്ഞാപ്പിനെ കൊണ്ട്. മത്തി നിങ്ങളാണ്ട് കൂട്ടിക്കോളി, നിങ്ങളാണ്ട് കൂട്ടിക്കോളി, പോയിട്ട് കോഴിയിറച്ചിയാണ് വാങ്ങിക്കൊടുക. പറഞ്ഞോ ഈ വണ്ടി വലിയ ആരെ പറ്റിയത് ഉമ്മ. ഞാൻ മുണ്ടാതെ നിന്നാ മതി, മൂത്താപ്പാണ്ട് പോയില്ലേ. അങ്ങനെ ഉമ്മ പറഞ്ഞ അതിനെന്താ വാങ്ങാലോ എന്നാണ് എന്നോട് കായ് വന്നിട്ട് ഞാൻ അവിടെ കടയിലുണ്ടല്ലോ 100 റുപ്യൊക്കെ അത് മേടിച്ചു കൊടുന്നു. 100 റുപ്യൊക്കെ മേടിച്ചു കൊടുന്നു. അങ്ങനെ മോനെ ഉള്ള പൊരിച്ചതൊക്കെ മുത്താപ്പ വന്നു. പറ്റില്ല. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ചോറ് കഴിച്ച് തിന്ന് നേരം മൊത്തപ്പോ മൂത്താപ്പാക്ക് പത്തിരി നിർബന്ധം. പത്തിരി വേണോ. അപ്പൊ പിന്നെ ഇറച്ചിക്കൂട്ടല്ലേ. അപ്പൊ ഉമ്മ കോഴിമുട്ട ഉണ്ടാക്കിട്ട് കൊടുത്തു. മൂത്താപ്പ ഇന്നത്തെ ഇറച്ചൊക്കെ ചെക്കൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും നിന്നെ പറയാ. ഒക്കെ മൂപ്പിനേര് മൂത്താപ്പയാണ് നടത്തിയത്. ചെക്കനൊക്കെ തിന്നുണ്ടാവൂലേ. അപ്പൊ ഉമ്മ അറിയില്ല ഓൻ തിന്നിട്ടില്ല. പിന്നെ അരച്ച് തിന്നോന്ന് ചോദിച്ചു. പറഞ്ഞു ഉമ്മ അത് മായ്ച്ചു കളഞ്ഞു. ഉമ്മ അതിന് കോഴിമുട ഉണ്ട് കാരണം ഉമ്മ എന്നിട്ട് കോഴിമുട പൊങ്ങി കൊടുത്ത്. അപ്പൊ ഒരു മൂത്താപ്പ പൊരിച്ചു 2 പൊരിച്ചാളേന്ന്. 2 കോഴിമുട പൊരിച്ചും കൊടുത്ത് തിന്നു. ഉമ്മ വിചാരിച്ചു ഇപ്പൊ പോയിച്ചു. മൂത്താപ്പ പോകുന്നില്ല. ഉച്ചക്ക് തേങ്ങ അരച്ച് നല്ലേ എന്താണ് ഇത് കിട്ടും, ഉണക്കയില കിട്ടും. അതൊക്കെ നല്ല ഇഷ്ടാണ്. അതിനോട് പോയിട്ട് വാങ്ങിട്ട് ചാറച്ചാട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലേ. മുപ്പത്താണ് മൂത്താപ്പാക്ക് ദേശീയ. അങ്ങനെ പറഞ്ഞ ചാറ് അയച്ചിട്ട് ഉണക്കയിലും കൊടുത്ത് നിന്ന്. എന്നിട്ടും മൂത്താപ്പ പോണില്ല. അപ്പൊ എന്റെ അമ്മാന്റെ ഒരു ബുദ്ധി നോക്കണം. മൂത്താപ്പാക്ക് അങ്ങനെ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ രാത്രി ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ ഇമ്മ അറിഞ്ഞ എന്താ കുഞ്ഞാപ്പ ചെയ്യാറുണ്ട്. ഇമ്മന്നെ ഒരു ബുദ്ധി പറഞ്ഞില്ല. മൂത്താപ്പ കിടന്നിറങ്ങുമ്പോ രാത്രി കിടന്നിറങ്ങുമ്പോ ഞാന് ചെല്ലാന്റെ അപ്പുറത്തൊന്നും പോയി അപ്പൊ ഇമ്മ പറഞ്ഞേ മൂത്താപ്പ എന്താണ് കുഞ്ഞാപ്പോട്. അപ്പൊ ഞാൻ വേഗം വണ്ടി എന്താ മൂത്താപ്പ ഞാൻ ഇവിടെ ഔത്തുണ്ടായിന്ന് പറഞ്ഞു. എന്താടാ ഒച്ച നിൽക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ഈ ഇടായിട്ട് എന്താണാവോ വല്ല പ്രേതൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ഒച്ചയും ബഹളുണ്ട്. അതിന് മൂത്താപ്പ പേടിച്ച് ഉമ്മാന്റെ സൂത്രം വലിച്ച്. മൂത്താപ്പ പേടിച്ച് മൂത്താപ്പാക്ക് അപ്പ തന്നെ മുത്തുമാനെ കാണോ പോയി. അങ്ങനെ പോയത് പറഞ്ഞേക്ക്. അങ്ങനെ
മൂത്താപ്പ ആ എന്താണ് പറഞ്ഞിട്ട് മൂത്തമാങ്ങനെ വിളിച്ച് മൂത്ത പറഞ്ഞു കാക്കാനെ വേണ്ട ഓട്ടോറിക്ഷ അടിച്ച് പറഞ്ഞാളി അറിഞ്ഞി. അങ്ങനെ മൂത്താപ്പാന രാത്രി ഓട്ടോറിക്ഷ 500 റുപ്യ മരുന്ന് കജ്ജിന്ന് ചെലവാകും ചെയ്തു. അത് ശരിയാ. എന്നാ ഇനി കഥ പിന്നെ കേക്കാം, ഞാൻ ഇനി നാളെ കേക്കാം, ഞാൻ പോട്ടെ. അപ്പൊ ഇത് കേക്കാണ്ടി പറഞ്ഞതാ. അങ്ങനെ ഉണ്ടായിന്ന് അറിയാം. ആയിക്കോട്ടെ.